താങ്ക് യു സാർ. വളരെ നല്ലൊരു ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ചതിന്. അല്ല, അമ്മാതിരി കമന്റ് വേണ്ട കേട്ടോ. നിങ്ങൾ ആളെ വിളിച്ചിട്ട് ആളെ വിളിച്ചാൽ മതി. എല്ലാവരും ശ്രദ്ധിച്ച കാര്യമാണ്. കേരളത്തിന്റെ ആവശ്യം വളരെ കൂടുതലാണ്. അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. അപ്പൊ ശരിക്കും വീട്ടിൽ തന്നെ വന്ന് ചോദിച്ചല്ലോ. നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, നമ്മുടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിൻ്റെ വീട്ടിലും മകളുടെ വീട്ടിലും മരുമകൻ്റെ വീട്ടിലും ഒക്കെ വമ്പിച്ച റെയ്ഡാണ് നടന്നുകൊണ്ടിരുന്നത്. അതിൻ്റെ പേരിൽ കുറേയധികം പ്രവർത്തകർ ചേർന്നിട്ട് ഉണ്ടാക്കിയ കോലാഹലം അല്ലെങ്കിൽ പ്രതിഷേധത്തിൻ്റെ പേരിൽ കാണിച്ചു കൂട്ടിയ കൊള്ളരുതായ്മകൾ. ഇടി ഉദ്യോഗസ്ഥർ വന്ന ആ ഒരു കാറ് ഇടിച്ച് തകർത്ത് കളഞ്ഞു. ഇവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് ഈ ഒരു പ്രതിഷേധം നടത്തിയെന്ന് മനസ്സിലാവുന്നില്ല. ഇടി ഉദ്യോഗസ്ഥർ വന്ന് എന്തിനാ, അവരവരുടെ ജോലി ചെയ്തിട്ട് പോട്ടെ. തെറ്റ് ചെയ്യാത്തവരാണെങ്കിൽ എന്തിനാണ് ഇങ്ങനെ വലിയതായിട്ട് പ്രതിഷേധിക്കുന്നത്? ഇപ്പോൾ ഈ പറയുന്ന മുൻ മുഖ്യമന്ത്രിയുടെ വീട്ടിലും അല്ലെങ്കിൽ മകളുടെ വീട്ടിലും റിയാസ് എന്ന് പറയുന്ന മരുമകൻ്റെ വീട്ടിലുമൊക്കെ ഇടി വന്ന് ചെക്ക് ചെയ്തിട്ട് പോട്ടെ, അല്ലെ അവർ വന്ന് റെയ്ഡ് നടത്തിയിട്ട് പോട്ടെ. അവിടെ ഇവർക്കൊന്നും പേടിക്കാനില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്രയും പ്രതിഷേധം നടത്തുന്നത്? എന്തൊക്കെ കൊള്ളരുതായ്മകളാണ് ഈ ഒരു ഇടി റെയ്ഡിൻ്റെ പേരിൽ ഈ പറയുന്ന പ്രവർത്തകരെല്ലാം കൂടി കാണിച്ചു കൂട്ടിയത്? എന്തായാലും ഈ ഒരു വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടം ഇതിനെതിരായിട്ട് ഇപ്പം രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് രാഹുലിന് പറയാനുള്ളത് എന്താണെന്നൊന്ന് കാണാം. വിജയന്റെ വീട്ടിലും വിജയന്റെ മകൾ വീണ വിജയന്റെ വീട്ടിലും വീണ വിജയന്റെ ഭർത്താവ് മുഹമ്മദ് റിയാസിന്റെ വീട്ടിലും അടക്കം റെയ്ഡ് നടക്കുന്നതിന്റെ പേരിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എത്ര വലിയ അക്രമ അഴിഞ്ഞാട്ട അരാജകത്വമാണ് CPM-ന്റെ അക്രമി സംഘം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ വിജയൻ പറയാറുണ്ട്, എനിക്ക് മടിയിൽ കനമില്ല, അതുകൊണ്ട് വഴിയിൽ ഭയമില്ല എന്ന്. വഴിയിൽ ഭയമില്ലാത്ത ആള് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കൊട്ടേഷൻ സംഘത്തെ ഇറക്കിവിട്ട് അന്വേഷണ സംഘത്തെ ഭയപ്പെടുത്തി കേസിൽ നിന്ന് രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്നത്? ഇനിയും കേരളത്തിന് ഇതുവരെ ബോധ്യമായിട്ടില്ലാത്ത, ഈ നാട്ടിലെ അന്വേഷണ ഏജൻസിക്ക് ബോധ്യമായിട്ടില്ലാത്ത ഒരു ചോദ്യം ഇന്ന് വിജയന് വേണ്ടി ആക്രമിക്കാൻ റോഡിലേക്ക് ഇറങ്ങിയ അക്രമി സംഘത്തോട് ചോദിക്കുന്നു. നിങ്ങൾക്കെങ്കിലും പറഞ്ഞു തരാമോ, എന്തിനു വേണ്ടിയിട്ടാണ് വിജയന്റെ മകൾ വീണ വിജയന് കരിമണൽ കർത്തയെ പോലെ ഷെയ്ഡി ക്യാരക്ടറിലുള്ള ഒരു വ്യക്തി 1.72 കോടി രൂപ കൊടുത്തിരിക്കുന്നത്? എന്ത് സേവനം ചെയ്തതിന്റെ പേരിലാണ് വീണ വിജയന്, അന്നത്തെ മുഖ്യമന്ത്രിയുടെ മകൾക്ക്, കരിമണൽ കർത്ത മാസപ്പടി കൊടുക്കുന്നതെന്ന് നിങ്ങളെങ്കിലും പറഞ്ഞു തരാമോ? നിങ്ങള് സമരവുമായി ഇറങ്ങുന്ന ചെറുപ്പക്കാരായിട്ടുള്ള CPM-ന്റെ അക്രമി സംഘത്തിലെ ആളുകളോട് എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത്, നിങ്ങൾ ജയിലിൽ കിടക്കും, നിങ്ങളുടെ അമ്മമാർ കണ്ണീര് കുടിക്കും മക്കളെ കുറിച്ച് ഓർത്ത്. പക്ഷേ വിജയൻ അപ്പോഴും സ്വന്തം മക്കളെ വളരെ സേഫായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. മൂത്ത മകനെ വിദേശത്ത് ഒരു കമ്പനിയിൽ വളരെ സുരക്ഷിതമായി വെച്ചിരിക്കുകയാണ്. ഇഷ്ടംപോലെ ശമ്പളവും അതിലേറെ കിമ്പളവും കിട്ടുന്നുണ്ട്. മകൾക്ക് മാസപ്പടി കിട്ടുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ ജയിലിൽ ഗോതമ്പുണ്ട ഇപ്പോൾ ഇല്ല, ചപ്പാത്തി മാത്രമേ കിട്ടുകയുള്ളൂ എന്നുള്ളൊരു ഓർമ്മ നിങ്ങൾക്കുണ്ടാകണം. വിഷമിക്കുന്നത് നിങ്ങളുടെ കുടുംബമായിരിക്കും എന്നുള്ള ബോധം ഇങ്ങനെ കട്ടയേറിഞ്ഞ് ആളെ കൊല്ലാനായിട്ട് ഇറങ്ങുമ്പോൾ ഉണ്ടാകണം. ഇന്ന് കണ്ട വളരെ ഭീതിജനകമായ ഒരു കാഴ്ചയുണ്ട്. റെയ്ഡ് നടത്തുന്നതിന്റെ പേരിൽ ED സംഘം വാടകയ്ക്ക് എടുത്തിട്ട് വന്നതാണെന്ന് തോന്നുന്നു. ഒരു ടാക്സി കാർ, ആ ടാക്സി കാറിന്റെ ചില്ലിലൊക്കെ കട്ടയെറിയുകയാണ്. ആ വണ്ടി ഓടിക്കുന്ന സാധു മനുഷ്യൻ, ഒരുപക്ഷെ അദ്ദേഹം ED ഉദ്യോഗസ്ഥനൊന്നും ആയിരിക്കില്ല, ഏതെങ്കിലും ടാക്സി ഡ്രൈവർ ആയിരിക്കും. അയാൾ ജീവഭയത്താൽ അലമുറയിടുന്നത് നമ്മൾ വളരെ വേദനയോട് കൂടിയിട്ടാണ് കണ്ടത്. കണ്ണൂരിലും തിരുവനന്തപുരത്തും കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ എല്ലാ പ്രദേശത്തും ഇങ്ങനെ അക്രമം അഴിച്ചുവിട്ടാൽ വിജയൻ രക്ഷപ്പെടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വിജയനെ രക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ വലിയ വർത്തമാനമൊന്നും പറയാതെ ലളിതമായി പറഞ്ഞാൽ മതി. എന്തിനാണ് കരിമണൽ കർത്ത 1.73 കോടി രൂപ വീണ വിജയന് കൊടുത്തത്? അത് പറഞ്ഞാൽ കേസ് തീർന്നു. കേരളം ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് വിജയന്റെ കുടുംബത്തോടൊപ്പം നിൽക്കും. ഇതിനെ ഇക്വേറ്റ് ചെയ്യാൻ ഉടനെ രാഹുൽ ഗാന്ധിയുടെ കേസുമായിട്ട് വരികയാണ്. രാഹുൽ ഗാന്ധിയെ ED ചോദ്യം ചെയ്തിട്ടുണ്ട്, ശരിയാ. രോഗബാധിതയായ ശ്രീമതി സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്തിട്ടുണ്ട്, അതും ശരിയാ. പക്ഷെ അതൊന്നും കരിമണൽ കർത്തയുടെ കയ്യിൽ നിന്ന് മാസപ്പടി കൈക്കൂലി വാങ്ങിയ കേസിലല്ല അവരെയാരെയും ചോദ്യം ചെയ്തത്. അത് കേന്ദ്ര സർക്കാരിന്റെ വേട്ടയാടലായിരുന്നു. പ്രതിപക്ഷത്തുള്ള എല്ലാ നേതാക്കന്മാരെയും വേട്ടയാടുമ്പോഴും വിജയന് വലിയ സംരക്ഷണമായിരുന്നു മോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ എല്ലാ കാലത്തും കൊടുത്തു പോന്നിരുന്നത്. ഇന്ന് നടന്ന റെയ്ഡ് പോലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെടലിനെ തുടർന്നുള്ളതാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, എന്തിനാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി EDയോട് റെയ്ഡ് നടത്തുവാൻ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ED നടത്തുന്ന റെയ്ഡിനെ ഇങ്ങനെ പ്രതിരോധിക്കുവാൻ ശ്രമിക്കുന്നത്? നിയമത്തിന്റെ വഴിക്ക് പോയാൽ പോരെ എന്ന് തീരുമാനിച്ചാൽ പോരെ? വിജയനോട് ഞാൻ പേഴ്സണൽ കണക്ക് പറയാം. എനിക്കെതിരെ നിങ്ങളുടെ മെയിലിൽ ഒരു പരാതി വരുന്നു, ഊരും പേരും വാലും തലയും ഒന്നുമില്ലാത്തൊരു പരാതി, ഒരു മൊഴി പോലും രേഖപ്പെടുത്താതെ പിന്നീട് കോടതിക്ക് പോലും എനിക്ക് ജാമ്യം തരുമ്പോൾ നിങ്ങളുടെ പോലീസിനെയും നിങ്ങളുടെ അന്വേഷണ സംഘത്തെയും വിമർശിക്കുന്ന രീതിയിൽ എന്നെ അറസ്റ്റ് ചെയ്ത് പോയിട്ട് ഞാൻ ആ അന്വേഷണ സംഘത്തെ പൂർണ്ണമായ സഹകരണമല്ലേ നടത്തിയത്? ഈ നാട്ടിൽ എത്രയോ മനുഷ്യന്മാർ അന്വേഷണത്തോട് സഹകരിക്കുന്നുണ്ട്. നിങ്ങൾ മാത്രം എന്തുകൊണ്ടാണ് അന്വേഷണത്തെ ഭയപ്പെടുന്നത്? അപ്പൊ അതിന് കൃത്യമായ കാരണമുണ്ട്, നിങ്ങൾക്ക് നല്ല പേടി തട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട്
വിജയ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് ഞാൻ കോരന്റെ മകനാണ് എന്ന് പറഞ്ഞാൽ എക്സംഷൻ ഒന്നും കിട്ടില്ല. ഈ രാജ്യത്തെ എല്ലാ മനുഷ്യന്മാർക്കും ഒരേ നിയമമാണ് ഭാരതീയ ന്യായ സംഹിത. അത് കോരന്റെ മകന് കോരന്റെ ന്യായ സംഹിതയൊന്നും വേറെയില്ല. അപ്പൊ അതുകൊണ്ട് ഈ നാട്ടിൽ ഒരുപാട് മനുഷ്യന്മാർ കരുതി കൂട്ടി വെച്ചിരുന്ന കണക്കുണ്ട്. അത് നിങ്ങൾ ആദ്യമായി മഴുവെച്ച് കൊലപ്പെടുത്തിയ വാടിക്കൽ രാമകൃഷ്ണൻ തൊട്ട് പിന്നീട് നിങ്ങൾ കണ്ണീര് കുടിപ്പിച്ച ഒരുപാട് മനുഷ്യന്മാരുടെ കണ്ണീരിന്റെ കടം നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ബാക്കിയുണ്ട്. അപ്പോൾ ആ കടമൊന്നും വീട്ടാതെ നിങ്ങൾക്ക് ഈ ജീവിതം അവസാനിച്ചു പോകില്ല എന്നുള്ള നല്ല ബോധ്യം വേണം. അതുകൊണ്ട് ശ്രീ വിജയൻ, ഉളുപ്പ് അല്പമെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഇന്നലകളിൽ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ മറ്റുള്ളവർക്കെതിരെ പറഞ്ഞ ഏതെങ്കിലും വാചകം ഓർമ്മയിലുണ്ട് എങ്കിൽ നിങ്ങൾ അടിയന്തരമായി പ്രതിപക്ഷ നേതൃപദവിയും അതുപോലെ തന്നെ ധർമ്മടം MLA പദവിയും രാജിവെച്ചൊഴിയുകയാണ് നിങ്ങൾക്ക് നല്ലത്. അതല്ല എങ്കിൽ നിങ്ങൾ ഇന്നലകളിൽ മറ്റുള്ളവർക്ക് നേരെ എറിഞ്ഞ ധാർമ്മികതയുടെ ആ വാക്കുകൾ സ്വയം കെട്ടിത്തൂങ്ങിച്ചാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ക്ലീഷയായ ഒരു ഡയലോഗ് ഓർമ്മപ്പെടുത്തുന്നു. നീ ചെയ്തതിനൊക്കെയും നിന്നോട് ഈ നാട് പകരം ചോദിക്കും. നിന്റെ പ്രവർത്തികൾ ഓരോന്നും നിന്റെ തലമേൽ പതിക്കുക തന്നെ ചെയ്യും. മറക്കണ്ട, ഒന്നും മറക്കാൻ ഈ നാട് ഉദ്ദേശിക്കുന്നു. ശരിക്കും പറഞ്ഞു ഇതിലും വലിയൊരു മറുപടി നമ്മുടെ മുൻ മുഖ്യമന്ത്രിക്ക് കിട്ടാനില്ല. അല്ല, എനിക്ക് മനസ്സിലാകാത്ത അതല്ല, ഇവരെന്തിനാണ് ഈ ഒരു പ്രതിഷേധം നടത്തിയെന്ന് മനസ്സിലാവുന്നില്ല. ED ഉദ്യോഗസ്ഥർ വന്ന് അവരെ അന്വേഷിച്ചിട്ട് പോട്ടെ, അല്ലെങ്കിൽ അവർ വന്നിട്ട് പരിശോധന നടത്തിയിട്ട് പോട്ടെ. നമ്മുടെ നമ്മുടെ ഭാഗത്ത് തെറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് ഭയക്കേണ്ടതില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്രയും വലിയ പ്രതിഷേധം അവിടെ നടത്തിയത്? ഇപ്പോൾ ഈ പറയുന്ന CPM പ്രവർത്തകർ അവിടെ ചെന്ന് പ്രതിഷേധം നടത്തി. അപ്പോൾ പിണറായി വിജയൻ പറയുകയാണ് പ്രശ്നം ഉണ്ടാക്കാൻ അല്ലെ പ്രതിഷേധം നടത്തണ്ട എന്ന് ആ പ്രവർത്തകരോട് പറയുമായിരുന്നുണ്ടെങ്കിൽ അവർ ഇത്രയും പ്രതിഷേധം ഉണ്ടാക്കുമോ? അപ്പോൾ എന്തുകൊണ്ട് ഈ പറയുന്ന പിണറായി വിജയൻ മിണ്ടാതിരുന്നു? അവിടെ കിടന്ന് പ്രവർത്തകർ പ്രതിഷേധത്തിൻ്റെ പേരിൽ കാണിച്ചു കൂട്ടിയ വൃത്തികേടുകൾ, ആ ED ഉദ്യോഗസ്ഥർ വന്ന കാറ് ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ തല്ലിപ്പൊളിച്ചു. ആലോചിച്ച് നോക്കണം, ഒരു പാവപ്പെട്ടവൻ്റെ ഒരു കാറായിരുന്നു. ആ ഒരു ഡ്രൈവറിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ വളരെ സങ്കടം തോന്നിപ്പോയി. കാരണം പുള്ളി ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ച് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. പ്രതിഷേധത്തിൻ്റെ പേരിൽ ഇവനൊക്കെ കാണിച്ചു കൂട്ടുന്ന അഴിഞ്ഞാട്ടം, ഇതിനൊക്കെ വായുംപൂട്ടി ഈ പറയുന്ന പിണറായി വിജയൻ മുഖ്യമന്ത്രി മിണ്ടാതിരുന്നിട്ടല്ലേ? എന്നിട്ടിപ്പോൾ എന്തായി? എല്ലാത്തിനും എതിരെ കേസ് എടുത്തിട്ടുണ്ട്. കുറേ എണ്ണത്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തു. എന്തായാലും നല്ല രീതിയിലുള്ള പണി പ്രവർത്തകരും അതുപോലെ തന്നെ മുൻ മുഖ്യമന്ത്രിയൊക്കെ ഏറ്റുവാങ്ങും, അതിൽ സംശയമൊന്നുമില്ല. എന്ത് പറയാനാ, ഇവിടെയുള്ള ജനങ്ങളൊന്നും മറക്കാൻ പോകുന്നില്ല. അവനവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ അത് കിട്ടുക തന്നെ ചെയ്യും. ഇവിടെ അധികാരത്തിൽ കയറിയിട്ട് രണ്ടാമത്തെ മൂന്നാം ദിവസം ഈ തരത്തിലാണ് ED സതീശൻ കളിക്കുന്നതെങ്കിൽ കേരളം കത്തിക്കേണ്ടവരുടെ ചെയ്യുന്നത്. ഉറപ്പായിട്ടും പിണറായി വിജയന്റെ വീട്ടിലോ ദേഹത്തോ ഈ രീതിയിലേക്ക് കളിക്കാൻ വരികയാണെങ്കിൽ VD സതീശൻ അവിടെ നല്ല രീതിയിൽ കിടന്നുറങ്ങില്ല.